അങ്ങനെ ഒരു അലിഗേഷൻ ഓക്കെ പുതപ്പിനടിയിൽ ഞാൻ ഇവർ ഉമ്മ വെക്കുന്നത് കണ്ടു 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 തന്നെയാണ് പറയുന്നത്. അവളെ ചാലഞ്ച് ചെയ്ത് ഇത് നീ റോങ് ആകും, അപ്പൊ നീ എന്താ സോറി പറയോ എല്ലാവരുടെ മുമ്പേ അവൾ പറഞ്ഞു പറയത്തില്ല. പറഞ്ഞില്ലല്ലോ. പിന്നെ ബാഡ് വേർഡ്സ് എന്തെങ്കിലും പഠിച്ചോ? അത് പറയാമോ? പിന്നെന്താ, ഞാൻ അക്ബറോടാണ് പഠിച്ചത്. ഈ അക്ബറൊക്കെയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ ആ തെറി പറഞ്ഞപ്പോ ആരെ വിളിച്ചു? എന്തൊക്കെയാണ് മലയാളത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ? കഴിവേറി, കഴിവേറി അതെന്താ എനിക്കറിയാത്തൊരു വാക്ക് മലയാളത്തില്. ഇതിന്റെ ഓപ്പോസിറ്റ് കൊള്ളത്തില്ല, അത് പറയരുത്. പഠിച്ചതാണ്. എവിടെന്ന്? അക്ബർ. അക്ബർക്ക് പറഞ്ഞിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഓ ഈ കൊച്ചു അങ്ങനെയാണ്. ഞാൻ പബ്ബിലും പോവാറുണ്ട്, അമ്പലത്തിലും പോവാറുണ്ട്. പബ് ഡ്രസ്സിങ് വെച്ചിട്ടല്ല ഒരു പേഴ്സണെ ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് മലയാള സൊസൈറ്റിയെ പഠിപ്പിച്ച ഒരാളാണ്. ഇഫ് ഐ കുഡ് ഡു 10% ഓഫ് ദാറ്റ് ഐ ആം വെരി ഹാപ്പി. ബിക്കോസ് അതെനിക്കൊരു സന്തോഷമേ ഉള്ളൂ. ഈ സദാചാരം ഇവിടെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? ആ ഒരു ബ്ലാങ്കറ്റ് ഇഷ്യൂ ഒക്കെ അനു കൊണ്ടുവന്നത് അതുകൊണ്ടാണെന്ന് ഐ ഫീൽ. എല്ലാവർക്കും ഇല്ലായിരുന്നു സദാചാരം. അനുമോൾ ഇച്ചിരി കൂടി ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഷാനവാസിന്റെ പോലെ അനുമോൾക്കും ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉണ്ടായിരുന്നു. മലയാളിയായ നോർത്ത് ഇന്ത്യക്കാരി നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പൊ പുറത്തിറങ്ങിയിട്ട്? കീഴടക്കിയോ? ഐ തിങ്ക് I shouldn't be saying 35,000 messages. Oh my god. Seriously. That's huge. ഞാനടുത്ത് അനുമോളുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഞാനടുത്ത് ഇങ്ങനെ വേണം, ആൾക്കാർ ഇവളെ സ്നേഹിക്കും, എന്നെ ഇഷ്ടപ്പെടും, അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കും. പക്ഷെ ഞാനടുത്ത് അത് നോക്കിയിട്ട് ഞാൻ ചേഞ്ച് ആകാതെ പിന്നെ ഞാനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചേഞ്ച് ആയില്ല. പക്ഷെ അടിപൊളി. അപ്പൊ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മലയാളി ചെറുക്കനെ ആയിരിക്കും നോക്കുക. അത് കിട്ടിയാൽ നല്ലതാണ്.